ബാലൻ കോളിക്കിലെ പാർക്കിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. ഈ 20 ഏക്കർ നടന്നു കാണുക എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. ഇപ്പോൾ ഞാൻ നടന്ന് ഏതോ ദിക്കിൽ എത്തിപ്പെട്ടിരിക്കുന്നു. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ക്യാമറയുമായി ഞാൻ ചിത്രീകരണം ആരംഭിക്കുകയും കുറിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്കും ഭാര്യയ്ക്കും ബോറടിക്കും. കഴിഞ്ഞ ഭാഗങ്ങളിൽ നാട്ടിലെ സമാനമായ ചില സസ്യങ്ങളെയും പക്ഷികളെയും ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. എൻ്റെ മമ്മിക്ക് ഇത്തരം പച്ചമരുന്നുകളോട് വലിയ താല്പര്യമാണ്. എവിടെ കണ്ടാലും അതിൻ്റെ ഗുണവശങ്ങളെപ്പറ്റി പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരും. രാവിലെ തന്നെ അത് ദ്രാവക രൂപത്തിലും ഖരരൂപത്തിലും മറ്റ് പ്രോസസ്സൊക്കെ ചെയ്തും കഴിക്കുന്നതായിട്ട് കാണാം. ഞങ്ങൾ തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, ഈ കഴിക്കുന്ന മരുന്നുകൾ ഒന്ന് എഴുതി വയ്ക്കാൻ. കാരണം എങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ നാട്ടുകാരോടും വീട്ടുകാരോടും ഞങ്ങൾ സമാധാനം പറയണമല്ലോ. ഒറ്റമൂലി ഫലം കാണണമെങ്കിൽ അത് പുറത്തു പറയാൻ പാടില്ല എന്നതായിരിക്കും അതിനുള്ളൊരു മറുപടി. ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ പാർക്കിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഭാരിച്ചതാകാനാണ് സാധ്യത. എങ്കിൽ തന്നെയും എൻട്രി ഫീസ് പോലും ഈടാക്കാതെയാണ് ഇവിടെ ജനങ്ങളെ സ്വീകരിക്കുന്നത്. ഇന്നത്തെ കാലാവസ്ഥയിൽ മനം മടുത്തിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു തെളിഞ്ഞ ആകാശവുമായി ചില മണിക്കൂറുകൾ വീണ് കിട്ടും. അതൊരു ഭാഗ്യമായിട്ടാണ് ഇവിടെയുള്ളവർ കണക്കാക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ പരസ്പരം കാണുമ്പോൾ അവർ പങ്കുവയ്ക്കുന്നത് തണുപ്പ് എങ്ങനെയുണ്ട്, എത്ര ഡിഗ്രിയാണ്, ഇതൊക്കെയാണ്. എൻ്റെ മുന്നിലൂടെ നടക്കുന്നവർ ഒരു പപ്പിയെയും കൊണ്ടാണ് നടക്കുന്നത്. ആ പോക്ക് കണ്ടിട്ട് പപ്പിക്ക് ഉടമയോട് എന്തോ പറയാനുള്ളത് പോലെ. എൻ്റെ പ്രവചനം തെറ്റിയില്ല. അത് അവിടെ അപ്പിയിട്ടു. നാട്ടിലാണെങ്കിൽ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൽ പറ്റിപ്പിടിച്ച് അത് വീട് വരെ എത്തുകയാണ് പതിവ്. എന്നാൽ ഇവിടെ പോക്കറ്റിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് ബാഗ് എടുത്ത് അത് കളക്ട് ചെയ്ത് നിക്ഷേപിക്കുന്നിടത്ത് നിക്ഷേപിച്ചു. യൂറോപ്യൻ കുടുംബജീവിതങ്ങളെക്കുറിച്ച് നാട്ടിൽ വെച്ച് കേട്ട കഥകൾക്ക് വിപരീതമായ ഒരു ജീവിതശൈലിയാണ് ഞാനിവിടെ കണ്ടുപോരുന്നത്. പരസ്പരം ബഹുമാനിച്ചും ആവശ്യത്തിന് മാത്രം എന്തും ഉപയോഗിച്ചുള്ള ജീവിതം. സത്യത്തിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിച്ചാൽ ഭാരിച്ച മാസച്ചെലവ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ കദളി വാഴ കയ്യിലിരുന്ന് വിരുന്ന് വിളിക്കുന്ന
ആ വ്യക്തി ഇവിടെയുമുണ്ട്. നാട്ടിൽ കാണുന്ന പോലെ തന്നെ പല നിറത്തിലും ഇവയെ ഇവിടെ കാണാം. വലിപ്പത്തിൽ മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അല്പം വെളുപ്പ് കൂടിയിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യം തന്നെ. ചിലത് കടും കറുപ്പ് കളർ, ചിലതാകട്ടെ കറുപ്പിൽ വെള്ളയണിഞ്ഞ ഒരു നിറം. ഇതിന് സമാനമായി നാട്ടിൽ ചാര കളറാണ് കാണപ്പെടുന്നത്. കുട്ടിക്കാലത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഇഡ്ലിയും തട്ടിപ്പറിച്ചു കൊണ്ടുപോയ ഇതിനോട് എനിക്ക് ചെറിയ ദേഷ്യമുണ്ടായിരുന്നെങ്കിൽ പോലും ഈ അയർലൻഡിൽ ഇവയെ കാണുമ്പോൾ എൻ്റെ നാടിനോടുള്ള സ്നേഹം ഇവരുമായി എനിക്കും തോന്നി. പ്രകൃതി മെല്ലെ മെല്ലെ നിറം മങ്ങി തുടങ്ങി. ശേഷമാകെ തണുപ്പ് പരന്നിരിക്കുന്നു. മറ്റേത് നാടിനെ പോലെയും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഇണചേർന്നുള്ള ഒരു സംസ്കാരത്തിന് പാത്രമായ ഒരു ജനതയാണ് ഐറിഷ് വിഭാഗം. ഈ പാർക്കിൻ്റെ പല ഭാഗത്തായി ഞാൻ കണ്ടുപോരുന്ന കാഴ്ചകളും അങ്ങനെയൊക്കെ തന്നെയാണ്. അതാ മറ്റൊരു കാഴ്ച. ഈ പാർക്കിൻ്റെ പലയിടത്തും മരത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നതും ആണിയിൽ അടിച്ചു വച്ചിരിക്കുന്നതുമായ ഒട്ടേറെ കൗതുകങ്ങൾ. ഇതെല്ലാം ഒരു ഹൊറർ ചിത്രത്തിൻ്റെ ഓർമ്മയിലേക്ക് എന്നെ കൊണ്ടുപോയി. I heard you. I heard you in the cellar. ഇനി അല്പം പാർക്കിലെ വിനോദങ്ങൾ കാണാം. ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് ഇവിടെ സമയം ചിലവഴിക്കുന്നത് എന്നാണ് ഞാൻ നോക്കിക്കണ്ടത്.
ഈ സൂചനകൾ കണ്ട് പാർക്കിൽ നിന്നും മടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുമോൾക്ക് കളിയുടെ രസം തലക്ക് പിടിച്ചിരിക്കുന്നു. അവൾ പിന്നെ ഉടക്കിലായി. വീണ്ടും കൊണ്ടുവരാമെന്നും പോകും വഴി KFC വാങ്ങിക്കൊടുക്കാമെന്നുമൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. കുഞ്ഞുമോൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ KFCയിൽ പോയി. അവിടെ ടെക്നിക്കൽ പ്രോബ്ലം കാരണം അടച്ചിരിക്കുന്നു. പിന്നെ മാക്ഡൊണാൾഡ്സിലേക്കാണ് പോയത്. അത്യാവശ്യത്തിന് വിശപ്പകറ്റാൻ ഞങ്ങൾ ചെറിയ സ്നാക്സും മറ്റും കഴിച്ച് അവിടെ നിന്നും യാത്രയായി. ുള്ള ഈ യാത്ര ഏവർക്കും ആസ്വാദ്യകരമായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും മൈ സ്റ്റോറിയുടെ ഫാമിലി മെമ്പറാണോ എന്ന് ഹിതപരിശോധന ചെയ്യുക. അല്ലെങ്കിൽ ഇതൊരവസരമായി കണക്കാക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.